ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കഥയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആശ്രിത രക്ഷണം മാനവധർമ്മം. തനിക്ക് വേറെ ആരും ആശ്രയമില്ല എന്ന് പറഞ്ഞ് നമ്മെ ശരണം പ്രാപിക്കുന്നവരെ ഒരിക്കലും കൈവിടരുത്, അതൊരു ശത്രു ആണെങ്കിൽ പോലും. ഇതിന് ഉത്ബോധകമായിട്ടൊരു കഥയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. രാമായണം യുദ്ധകാണ്ഡത്തിൽ ശ്രീരാമൻ വാനരാജികളോട് പറയുന്നതാണ് ഈ കഥ. അതായത് തൻ്റെ അച്ഛൻ്റെ സത്യം പാലിക്കാനായിട്ട് 14 വർഷം വനവാസം സ്വീകരിച്ച ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും ഒപ്പം വനത്തിൽ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം രാക്ഷസ രാജാവായ രാവണൻ ചതിയാൽ രാമലക്ഷ്മണന്മാരെ അകറ്റിയതിന് ശേഷം ഒരു വിക്ഷുരൂപത്തിൽ വന്ന് സീതയെ അപഹരിക്കുകയാണ്. അങ്ങനെ സീതാന്വേഷണത്തിന് പുറപ്പെട്ട ശ്രീരാമലക്ഷ്മണന്മാർ സുഗ്രീവനുമായിട്ട് സഖ്യമുണ്ടാക്കുകയും ബാലിയെ വധിക്കുകയും ചെയ്യുന്നു. സീതാന്വേഷണത്തിനായിട്ട് നിയോഗിച്ച വാനരവീരന്മാരിൽ ശ്രീ ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ ചെന്നു. സീതയെ കാണുന്നു. തൻ്റെ ആഗമനോദ്ദേശം നിറവേറ്റിയതിന് ശേഷം രാവണനെ കണ്ടിട്ട് വേണ്ട സതുപദേശങ്ങളൊക്കെ അറിയിക്കുകയാണ്. അതിൽ കുപിതനായ രാവണൻ ഹനുമാനെ വധിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ദൂതന്മാർ അവധ്യരാണ് എന്ന് പറഞ്ഞ് വിഭീഷണൻ തടയുന്നു. എങ്കിൽ പിന്നെ ഇവൻ്റെ വാലിൽ തീ കൊളുത്തി ഇവനെ അപായപ്പെടുത്താം എന്ന് കരുതി രാവണ നിർദ്ദേശപ്രകാരം ഹനുമാൻ്റെ വാലിൽ തീ കൊളുത്തി വിടുകയാണ് രാക്ഷസന്മാർ. അങ്ങനെ തൻ്റെ ദിവ്യശക്തിയാൽ ഹനുമാൻ ലങ്ക മുഴുവൻ ചുട്ടുപൊട്ടിക്കുകയും തനിക്ക് പരിക്കുകളൊന്നും കൂടാതെ തിരിച്ച് സമുദ്രം ചാടിക്കടന്ന് ശ്രീരാമസന്നിധിയിലെത്തി സീതാ സന്ദർശനവും അതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും രാമനെ ബോധിപ്പിക്കുകയാണ്. അങ്ങനെ ശ്രീരാമലക്ഷ്മണന്മാരും സുഗ്രീവനും ഹനുമാനും വാനരപ്രമുഖന്മാരൊക്കെ പാടെ യുദ്ധത്തിനായിട്ട് ലങ്കയിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ തെക്കേ സമുദ്രത്തിൻ്റെ ഉത്തര തീരത്ത് വേണ്ട സന്നാഹങ്ങളോടെ അവരവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന സമയത്താണ് രാക്ഷസ രാജാവായ രാവണൻ്റെ അനുജൻ വിഭീഷണൻ ആകാശമാർഗത്തിൽ വന്ന് ശ്രീരാമനെ സ്തുതിക്കുകയാണ്. താൻ രാവണൻ്റെ അനുജനാണ് എന്നും സീതയെ രാമന് തിരിച്ചു നൽകുക എന്ന് തന്നെ, അതുമാത്രമല്ല തൻ്റെ യുക്തിവാദങ്ങളൊന്നും രാവണന് ഹിതകരമായില്ല എന്നും കോപിഷ്ഠനായി തന്നെ അപമാനിക്കുകയും ശകാരിക്കുകയും ചെയ്യുകയാൽ മിത്രവർഗങ്ങളേക്ക് വിട്ട് താൻ രാമനെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്, തനിക്ക് വേറെ ഒരു ആശയമില്ല എന്നും പറയുകയാണ് വിഭീഷണൻ. ഈ സമയത്ത് വാനരന്മാരൊക്കെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇവൻ രാക്ഷസനാണ്, മായാവിയാണ്, ഇവരെ ഒരിക്കലും വിശ്വസിച്ചുകൂടാ, പോരാത്തതിന് രാവണൻ്റെ സഹോദരനും ഉറക്കത്തിലാണെങ്കിലും തരം കിട്ടിയാൽ ഇവൻ നമ്മെ വധിക്കും. ഇതൊക്കെയാണ് വാനരന്മാരുടെ അഭിപ്രായം. അപ്പോൾ ഹനുമാൻ മാത്രം പറയുന്നുണ്ട് വിഭീഷണൻ നല്ലവനാണ്, അതുമാത്രമല്ല ഒരുവൻ്റെ പേരോ ജാതിയോ അല്ല, അവൻ്റെ ഗുണങ്ങളാണ് ചിന്തിക്കേണ്ടത് എന്നാണ് പണ്ഡിത മതം എന്നാണ് ഹനുമാൻ്റെ പക്ഷം. ഇത് മാത്രമല്ല ആശ്രിത രക്ഷണമാണ് രാജാക്കന്മാരുടെ ശാശ്വതമായ ധർമ്മം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം, ശാശ്വതമായുള്ള ധർമ്മം നൃപാദികൾക്കാശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും. ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തേ ധരിച്ചരുൾ ചെയ്തോ രഘുപതി, മാരുതി ചൊന്നതുപവന്നമെത്രയും വീരാവിഭാകര പുത്രാവരീകടോ. ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പവതാതി നീതിജ്ഞവരന്മാരെ, പൂർവീശനായാളവൻ ആശ്രിതന്മാരെ സർവശോ രക്ഷേച്ഛനശവജാനവി. രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മ കേവലം രക്ഷിതാവശ്യമേതം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങൾ അറിയരുതേതുമേ. ഇതാണ് എഴുത്തച്ഛൻ്റെ രാമായണത്തിലുള്ള വരികളാണ്. അതായത് ശ്രീരാമൻ പറയുന്നു. അങ്ങനെ പല ആൾക്കാരും പല അഭിപ്രായങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഹനുമാൻ പറഞ്ഞത് വളരെ നല്ല യുക്തമായ കാര്യമാണ്. വീരനും സൂര്യപുത്രനുമായ സുഗ്രീവ, ജാമ്പവ, അങ്ങനെ ബാക്കിയുള്ള എല്ലാ വാനരന്മാരെയും സംബോധന ചെയ്തതിന് ശേഷം ശ്രീരാമൻ പറയുന്നു, രാജാവായാൽ ആശ്രയം തേടി വരുന്ന പട്ടികൾ, പട്ടിയിറച്ചി തിന്നുന്ന ചണ്ടാലന്മാർ എന്നിവരായാൽ പോലും അവരെ എല്ലാ വിധത്തിലും രക്ഷിക്കണം. രക്ഷിക്കാത്തവർ ബ്രഹ്മഹത്യാ പാപിയാകും, രക്ഷിച്ചാലാണെങ്കിൽ അശ്വമേധയാഗം നടത്തിയ പുണ്യവാനാകും എന്നാണ് വേദശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കബോധത്തിൻ്റെ കഥ പറയുകയാണ്. അതായത് പണ്ടൊരു വനത്തിൽ ഒരു പ്രാവ് അതിൻ്റെ പിടയോടൊന്നിച്ച് പൊക്കമുള്ളൊരു മരത്തിൻ്റെ മുകളിൽ താമസിച്ചിരുന്നു. കാമക്രീഡയ്ക്കിടയിൽ പെൺപക്ഷിയെ ഒരു വേടൻ എയ്തു കൊന്നു. തൻ്റെ ഇണയുടെ വിരഹദുഃഖം സഹിക്കാതെ ആൺപക്ഷി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാറ്റും മഴയും വന്നു. സൂര്യൻ പടിഞ്ഞാറ് കടലിൽ അസ്തമിച്ചു. കാട്ടാളിനാണെങ്കിൽ വിശന്ന് വലഞ്ഞ് മരച്ചുവട്ടിൽ ദുഃഖിതനായിട്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് ആ ആൺപക്ഷി ഭയങ്കര കരുണയോട് കൂടിയിട്ട് തീ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കാരണം
ആ വേടൻ്റെ വിശപ്പ് സഹിക്കാൻ വയ്യാത്ത ആ നിപ്പ് കണ്ടിട്ട് പക്ഷിക്ക് സങ്കടം തോന്നുകയാണ്. അങ്ങനെ ആ പക്ഷി പോയിട്ടാണ് തീ കൊണ്ടുവന്ന് കൊടുക്കണം. അങ്ങനെ താൻ കൊന്ന പെൺപക്ഷിയെ കാട്ടാളൻ തീയിലിട്ട് ചുട്ടു തിന്നു. എന്നിട്ടും വിശപ്പ് തീരാതെ വിഷമിച്ചിരിക്കുന്ന അവന് ഭക്ഷിക്കാനായിട്ട് ആൺപക്ഷി സ്വയം തീയിൽ ചാടി തൻ്റെ ശരീരം കൂടി അവന് നൽകി. അതായത് ശ്രീരാമൻ പറയുന്നു, പക്ഷികൾ കൂടി ഇത്രയും ആശ്രിതരക്ഷണം നടത്തുമ്പോൾ പിന്നെ മനുഷ്യൻ്റെ കർത്തവ്യത്തെക്കുറിച്ച് പറയണോ എന്നാണ് ശ്രീരാമൻ ചോദിക്കുന്നത്. ഇതാണ് കഥ. അതുമാത്രമല്ല, ശ്രീരാമൻ പറയുന്നു, തന്നെ ശരണം പ്രാപിച്ചവന് താൻ അഭയം കൊടുക്കുക തന്നെ ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്നെ ചതിക്കാൻ ഒരിടത്തും ആരുമില്ല. ഇക്കണ്ട ലോകങ്ങളെയും ലോകപാലന്മാരെയും എല്ലാം നിമിഷമാത്രം കൊണ്ട് സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുവാൻ എനിക്ക് ഒട്ടും പ്രയാസമില്ല. ഇവിടെ ശ്രീരാമൻ അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് തൻ്റെ ദിവ്യത്വം വെളിപ്പെടുത്തുന്നു. സാധാരണ ഒരു മനുഷ്യരൂപത്തിലാണ് മനുഷ്യന്മാരുടെ എന്തൊക്കെ വിഷമങ്ങളും സന്തോഷങ്ങളും അതേ രൂപത്തിലാണ് എപ്പോഴും ശ്രീരാമൻ. ചില സമയത്ത് മാത്രമാണ് ഇങ്ങനെ കുറച്ചൊരു ദിവ്യത്വം ശ്രീരാമൻ കാണിക്കുള്ളൂ. അതൊരു അപൂർവ ഭാഗമാണ് ഇവിടെ. അങ്ങനെ എല്ലാവരോടും വാനരന്മാരെയൊക്കെ സമാധാനിപ്പിച്ചതിന് ശേഷം വിഭീഷണന് അഭയം കൊടുക്കുകയാണ്. തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് എന്നും താൻ അഭയം കൊടുക്കും. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക എന്നാണ് ശ്രീരാമൻ പറയണത്. നമുക്കും ഭഗവാനെ സർവാത്മന ശരണം പ്രാപിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നമുക്ക് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കാം. കഥ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.